അമ്മേ, ഞാൻ അങ്ങോട്ട് കേറിക്കോട്ടെ? വാ മോളെ. മോളെന്തിന് ഇതിനകത്ത് കയറാൻ അനുവാദം ചോദിക്കുന്നേ? അമ്മേ, മരുന്ന് കഴിക്കണ്ടേ? എഴുന്നേക്ക്. എന്റെ അസുഖമൊക്കെ മാറി മോളെ. ഇപ്പൊ ശരീരത്തിന് നല്ല സുഖം തോന്നുന്നു. ഇനി മരുന്നൊന്നും വേണ്ട. അച്ഛാ, ഈ അമ്മ പറയുന്ന കേട്ടോ, ഇനി മരുന്ന് വേണ്ടാന്ന്. ആ, അങ്ങനെ ഇപ്പൊ ഡോക്ടർ രോഗിയൊന്നും ഒരാൾ തന്നെ ആവണ്ട. എഴുന്നേറ്റ് മരുന്ന് കഴിക്ക. ചന്ദ്രു, മീനാക്ഷി പറഞ്ഞത് കേട്ടില്ലേ? അനുസരിക്കേ. മരുന്ന് കൃത്യമായിട്ട് കഴിച്ചാലേ അസുഖം വേഗം കുറയൂ. ഈ വീട് മുഴുവൻ പണ്ടത്തെ പോലെ ഓടിച്ചാടി നടക്കണ്ടേ? എണീറ്റാമ്മേ. ആ, എഴുന്നേക്ക്. ഈ ഗുളി കഴിച്ചേ. ഇനി അമ്മ കിടന്നു. അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, അത് തീർത്തിട്ട് വരാം. മീനാക്ഷിയുടെ കയ്യിലും കഴുത്തിലും ഒന്നും ഒരു തരി സ്വർണം പോലും ഇല്ല. അല്ലേ ചന്ദ്രു? എനിക്ക് കണ്ടിട്ട് സങ്കടം തോന്നുന്നു. മാധവേട്ടനും അത് ശ്രദ്ധിച്ചോ? വിനു കെട്ടിയ പെണ്ണിനെ ആരെങ്കിലും ഒന്ന് കാണാൻ വന്ന അവളുടെ കയ്യിലോ കഴുത്തിലോ ഒരു തരി പൊന്നുപോലും കണ്ടില്ലെങ്കിൽ നമ്മുടെ വിനുമോൻ അനാഥനാണെന്ന് അവരങ്ങ് ഉറപ്പിക്കും. അല്ലേ മാധവേട്ട? ചന്ദ്രു, നീ പറഞ്ഞത് സത്യവാ. മീനാക്ഷിക്കും അതിന്റെ സങ്കടമൊക്കെ ഉണ്ടാവും. ഒന്നും പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ഒതുക്കി നടക്കുക പാവം പെണ്ണ്. അല്ല ചന്ദ്രു, നിന്റെ കുറെ സ്വർണം സുജിത്തയുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ലേ? ഞാനും അതങ്ങോട്ട് പറയാൻ വരുമായിരുന്നു മാധവേട്ട. മാലയും വളയും മീനാക്ഷിക്ക് കൊടുക്കാം. എനിക്കിനി ഈ വയസ്സുകാലത്ത് എന്തിനാ പൊന്നും പണ്ടോ ഒക്കെ. നന്നായി ചന്ദ്രു, നല്ല തീരുമാനമാ. എന്നിങ്ങനെ സുഖിപ്പിക്കാൻ ഞാൻ നിന്റെ അമ്മായിയമ്മയല്ല. മീനാക്ഷിയെ കാണാതെ ഒരാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. ജഗത. ശരിയാ മീനാക്ഷി, എന്റെ അമ്മ ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും നിന്റെ കാര്യം തിരക്കും. സങ്കടപ്പെടണ്ട, അമ്മ നാളെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ, സന്തോഷം കൊണ്ടായാലും സങ്കടം കൊണ്ടായാലും ഇനി നിന്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴരുത്. നിന്റെ ഈ മഞ്ഞച്ചരട് മാറ്റണ്ടേ? പൊന്നിലൊരു മാല പണിയിച്ചിടണ്ടെന്നല്ലേ അമ്മ ചോദിച്ചത്? ഈ മഞ്ഞച്ചരട് അതിനേക്കാളൊക്കെ വിലയാ അമ്മേ. എന്റെ ജീവന്റെ വില. മരണത്തിൽ നിന്ന് രക്ഷിച്ച മഞ്ഞച്ചരടാ. എന്താ അമ്മ ഇത്? എനിക്കിതൊന്നും വേണ്ട. ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചു. നീ എന്റെ മരുമകളാ. പൊന്നിൽ വാരി കുളിപ്പിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഒരു തരി സ്വർണത്തിൽ തന്നെ നിന്റെ താലി കൊരുത്തിടണം. ഇത് ഒരമ്മായിയമ്മയുടെ ഔദാര്യമായിട്ട് കരുതണ്ട, ഒരമ്മയുടെ സ്നേഹമായിട്ട് കരുതിയാ മതി.
അമ്മയും ഈ മരുമോളും ഒന്ന് പോകുന്നുണ്ടോ? വെറുതെ മനുഷ്യനെ കരയിപ്പിക്കാതെ. മോളെ, ഇത് വിനുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഒരു ചെറിയ താലിയും ഒരു വളയും വാങ്ങാൻ പറയണം. ആ താലി ഈ മാലയിൽ കോർത്തിടണം. ഒരിക്കലും ഈ പൊന്നിന്റെ തിളക്കത്തിന് വിനുമോന്റെ മനസ്സിന്റെ തിളക്കം ഉണ്ടാവില്ല. അത് തങ്കവാ, തനി തങ്കം. അറിയാമേ, വിനുവേട്ടന്റെ മനസ്സ് എനിക്കറിയാം. മതി മതി, മീനാക്ഷി പോയി റെസ്റ്റ് എടുക്ക്. അമ്മ റൂമിലേക്ക് ചെന്നേ.